കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നസ്രിയ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കരമായിട്ട് ലോ ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. ഫ്രണ്ട്സോ അതുപോലെ തന്നെ കൊളീഗ്സോ ആര് വിളിച്ചാലും ഇപ്പോൾ എടുക്കാറൊന്നുമില്ല. അത് മനഃപൂർവ്വം തന്നെയാണ് എടുക്കാതിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ആ ഒരു കാര്യത്തിൽ വിഷമമുണ്ടെങ്കിൽ പ്ലീസ് എന്നോട് ക്ഷമിക്കുക. അതിൻ്റെ ഒരു സിറ്റുവേഷൻ കാരണമാണ്. അതുപോലെ തന്നെ മൂവിയുടെ പ്രൊമോഷനും കാര്യങ്ങളുമായിട്ടൊന്നും എനിക്കൊന്നിനും വരാനൊന്നും തന്നെ പറ്റിയിട്ടില്ല. കാരണം ഈ ഒരു സിറ്റുവേഷനിലാണ്. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കുറിപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ആരാധകർ ആ ഒരു കമൻറ്റ് ബോക്സിൽ ഫുൾ എന്ത് പറ്റി എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ ഇടയിൽ കുറേയധികം എന്താ പറയുക, ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡിവോഴ്സായി, ഫഹദും ഇപ്പം നസ്രിയും തമ്മിൽ ഒരുമിച്ചല്ല, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേയധികം ന്യൂസ്, ഫേക്കായിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം, ഇവർ പിരിയാനുള്ള കാരണം എന്ന് പറയുന്നത് കുട്ടി ജനിക്കാത്തതാണ്, നസ്രിയയ്ക്ക് കുട്ടിയൊന്നും വേണ്ട, അതുകൊണ്ടാണ് ഇവർ ഡിവോഴ്സ് ആയെന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ന്യൂസോ അല്ലെങ്കിൽ ഇങ്ങനെ ഡിവോഴ്സാന്ന് പറയുന്ന ന്യൂസൊക്കെ ഫേക്കായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു പോസ്റ്റ് വന്ന സമയത്ത് പോലും ആ ഒരു പോസ്റ്റിൽ മേളിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നസ്രിയ ഫഹദ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ തമ്മിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന്. ഇത് വേറെ എന്തോ ഇഷ്യൂ ആണ്. ഇതുവരെ നസ്രിയ അത് പുറത്ത് പറഞ്ഞിട്ടോ ഒന്നും തന്നെ ഇല്ല. എന്തായാലും ചിലപ്പോൾ ഉടനെ തന്നെ അടുത്ത ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അല്ലാതെ വരുന്ന ഈ ഒരു ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ന്യൂസും കാര്യങ്ങളും ഫേക്കാണ്.